ഇവിടെ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി 10 ദിവസം ജീവിച്ചുള്ളെങ്കിലും അവള് കാരണം ഇനി ഇവിടെ ആർക്കും അങ്ങനെ വരില്ല. അതുമാണ് എൻ്റെ ബേബിയുടെ പർപ്പസ്. എൻ്റെ ബേബി ഒരു ഏഞ്ചൽ ബേബിയാണ്. സിസ്റ്ററെ ചെയ്തോ ഞാൻ പറഞ്ഞു. എന്നിട്ടും അവരെന്നെ ചെയ്തില്ല. നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇതാക്കിയതാ. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ നോർമൽ ഡെലിവറി ആക്കി എടുത്തതാ, അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട്. എന്റെ കൊച്ചു പോയില്ല. ഇപ്പൊ നോർമൽ എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി പരസ്യം വെച്ച് നോർമൽ തന്നെയാണെങ്കിൽ പുഷ് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെ നോർമലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വരും ബേബി ഇപ്പൊ വരും എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത്ര പെയിൻ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലും കേൾക്കാനുള്ള മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാരുടെ ഉള്ളത്. ഞങ്ങളുടെ ബേബി തിരിച്ചു കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇനി ഇവിടെ ഒരു ബിസിനസ് നടക്കരുത്. നോർമലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബിക്കും ഇനി ഇങ്ങനെ പറ്റരുത്. അപ്പോൾ എനിക്ക് ഈ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറിയും ഈ ഒരു ഹോസ്പിറ്റലിലാണ് നടന്നത്, നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിനെ പുകഴ്ത്തി പറയുന്നതൊന്നുമല്ല, എനിക്ക് പുകഴ്ത്തി പറയുന്നത് താഴ്ത്തി പറയുന്നതൊന്നുമല്ല. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും ഇപ്പോൾ ഉണ്ടായ ഫാമിലിയുടെ എക്സ്പീരിയൻസും രണ്ടാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളിതായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഏപ്രിൽ 28 എനിക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞത്. 2022 ഡെലിവറി. ഏപ്രിൽ 8 ഞാൻ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഡേറ്റ് അടക്കമാണല്ലോ, അപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയായപ്പോൾ കിടക്കാനൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കിടക്കാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര എന്തോ ഒരു തരം ബുദ്ധിമുട്ട് ഒക്കെ പോലെ തോന്നുന്നു. വാഷ്റൂമിൽ പോകുന്നു, കിടക്കാൻ നോക്കിയിട്ട് കിടക്കാൻ പറ്റണില്ല, വെള്ളം കുടിക്കുന്നത് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഞാനൊരു വെളുപ്പിന് 9 വെളുപ്പിന് വരെ ഞാൻ പിടിച്ചു നിന്ന്. എനിക്ക് വല്ല ഗ്യാസിൻ്റെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് ഓർത്തിട്ട്. കാരണം ഡെലിവറിയിൽ ഈ ഒരു ടൈമിൽ ഗ്യാസ് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 7 മന്തിലൊക്കെ ചിലർക്ക് വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുള്ളതാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും കൊണ്ട്. അപ്പോൾ അതാണെന്ന് ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് കുറവൊന്നും കാണുന്നില്ല. ഞാനപ്പോൾ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ക്യാരിങ് ആവുന്നുണ്ടായിരുന്നില്ലായിരുന്നു. ഞാനപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ, വേറൊരു ഹോസ്പിറ്റലിൽ, കിൻഡർ ഹോസ്പിറ്റലല്ല, വേറൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ 1ാമത്തെ മാസം തൊട്ട്, അതായത് ഫസ്റ്റ് മന്ത് തൊട്ട് ലാസ്റ്റ് മന്ത് വരെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ ആ ഒരു ഹോസ്പിറ്റലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ റൂമിൻ്റേതായ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ആ ഡോക്ടർ നമ്മുടെ ഈ കളമശ്ശേരി പത്തടിപ്പാലം കിൻഡർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നേരെ കിൻഡർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ നേരെ അതേപോലെ എനിക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതുവരെ വേറെ ഹോസ്പിറ്റൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ചില നേഴ്സുമാരും ഒക്കെ മോശമായിട്ട് പറയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതായത് അത്രയും നാൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലല്ലോ, ഡെലിവറിക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തതെന്നൊക്കെ ചിലർക്ക് അതൊരു ആയിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ ചെന്നിട്ട്, അതായത് എൻ്റെ ഡോക്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പോൾ മേ ബി ഒരു കുഴപ്പമുണ്ടായില്ല. പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ഒരു ഫീലൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഫാമിലിയിലേക്ക് ചെല്ലുന്ന പോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴും ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 9 വെളുപ്പിന് അഡ്മിറ്റായിട്ട് അന്ന് ഡെലിവറി ഉണ്ടായിരുന്നില്ല. 10 11 ഡെലിവറി ഉണ്ടായിരുന്നില്ല. കാരണം നല്ല വേദനയും നല്ല കൺട്രാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നോർമൽ ഡെലിവറിക്ക് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം അവർ പോയതിന് ശേഷം, കാരണം ഡേറ്റ് ഉണ്ട്, 28 വരെ ഡേറ്റ് ഉണ്ട്. പിന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല, പലർക്കും പല ടൈമിലായിരിക്കും ഡെലിവറി പെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ എനിക്കും ആ ഒരു പെയിൻ ഈ 2-3 ദിവസമായിട്ടും സ്റ്റാർട്ട് ചെയ്ത് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് C-സെക്ഷനിലേക്ക് പോകുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വാട്ടർ ബ്രേക്ക് ആയി. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് C-സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം കുഞ്ഞിൻ്റെ ഉള്ളിൽ മഷി ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉണ്ടായ ഈ സെയിം ഇൻസിഡൻറ്റ് ആ ഡോക്ടർ എന്നോട് പറയാണ്. അപ്പോൾ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അമ്നോട്ടിക് ഫ്ലൂയിഡും പിന്നെ ഈ മഷി കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് C-സെക്ഷൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിനോടും എന്നോട് അനുവാദം ചോദിച്ചതിന് ശേഷം ഓപ്പറേഷനിലേക്ക് കിടക്കുക ചെയ്തിരുന്നത്. എന്നിട്ട് പിന്നെ അത് കുഞ്ഞിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ നോർമലാണോ, അതായത് യൂറിൻ പാസ് ചെയ്താലാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ എന്ന് അവർ പറഞ്ഞായിരുന്നു. അങ്ങനെ എന്നെയും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവരൊരു ഫീഡ്ബാക്ക് തരും. നമുക്ക് എങ്ങനെയുണ്ട് ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം നമുക്ക് നേഴ്സുമാരിൽ നിന്നോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൽ നിന്നോ എന്തെങ്കിലും മോശമായിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ പറയും. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ഒരു നോട്ടീസിലൂടെ ഡിസ്ക്രിപ്ഷനിൽ പോലെ പറയേ, അല്ലെങ്കിൽ അവർ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളൊരു നോട്ടീസ് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ അതിൽ ടിക്കറ്റ് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവരും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തിരിച്ച് പോയിട്ട് വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോയി. അന്നും നമ്മളോട് ഈ ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാവരും നമ്മളോട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ബേബിനെ കണ്ട് അപ്പോൾ നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ച് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് നെഗറ്റീവ് കാര്യങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ
ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ. എനിക്ക് അവരിൽ നിന്നും വേറെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല കെയറിങ് ആയിരുന്നു. ഡെലിവറി സമയത്ത് പോലും നല്ല കെയറിങ് ആയിരുന്നു. ആ ഒരു 3 ദിവസം നല്ല കെയറിങ്ങോട് കൂടി തന്നെയാണ് അവരെന്നെ കൊണ്ടുപോയത്. യാതൊരു വിധ എന്താ പറയുക ദേഷ്യപ്പെടലോ ഒന്നും എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ പക്ഷേ ഈ ഒരു ന്യൂസ് ഞാൻ കേട്ടോടുകൂടി എനിക്ക് സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചിലപ്പോൾ മേ ബി അവർ ആ ഒരു ജീവൻ പോകാൻ വേണ്ടിയിട്ടല്ലായിരിക്കും അവർ ചെയ്തത്. ചിലപ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. കാരണം കുറച്ച് നാൾ മുന്നെയാണ് അവർ ആ ഫ്ലെക്സ് വെച്ചത്. ആ ഒരു ഫ്ലെക്സ് വെച്ചപ്പോൾ തൊട്ട് സി സെക്ഷൻ കഴിഞ്ഞാലും നോർമൽ ഡെലിവറിക്ക്, അതായത് ഇപ്പോൾ മിക്കവരിലും ഒരു ധാരണയാണ് സി സെക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോസ്റ്റർ വെച്ച് കഴിഞ്ഞിട്ട് ആൾക്കാരെ കുറച്ചും കൂടിയും എന്താ പറയുക ഇതാകാൻ വേണ്ടിയിട്ടായിരിക്കാം, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ആ ഒരു ഇത്. പക്ഷേ ശരിക്കും ഇതൊരു ബിസിനസ് പോലെ കാണാതെ ഒരു ജീവൻ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായേനെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ശരിക്കും ഒരു മോശമായിട്ടുള്ളൊരു ഇതായിപ്പോയി. ആ കുഞ്ഞിന് അത്രയും എൻ്റെ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് അവർക്കത് അറിയാം. ഓൾറെഡി ഡോക്ടേഴ്സിന് അറിയാമല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് എങ്ങനെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും, ഇങ്ങനെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏത് ആളോട് ചോദിച്ചാലും അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് അറിഞ്ഞിട്ടും അവരിതിങ്ങനെ ചെയ്തത് ഭയങ്കര മോശമായിട്ട് തോന്നിയെന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ഇങ്ങനെ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇനിയും ഒരു എന്താ പറയുക ഒരു കുഞ്ഞിൻ്റെ ജീവനും പൊലിഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു അമ്മ 10 മാസം ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് വയറ്റിൽ ചുമന്ന് ആ ഒരു ഫാമിലി തന്നെ ഇല്ല, എല്ലാവരുടെ കേസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫാമിലി തന്നെ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ടൈമിൽ ആ ഒരു കുഞ്ഞ് നഷ്ടമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക അത് ജീവിച്ചിരിക്കുന്നതിന് ഒരു അർത്ഥം ഇല്ലാതായി പോകുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാൻ ആലോചിക്കാറുന്നു, എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുന്നു. അത്രയും ആ 2-3 ദിവസവും ഞാൻ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് നമുക്കറിയില്ല ഇങ്ങനെ, അതായത് ഇത്രയും ദിവസം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒന്നാമത് ഫസ്റ്റത്തെ ഡെലിവറിയും കൂടി ആയിരുന്നു എൻ്റെ. അപ്പോൾ അത്രയും ദിവസം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അത്രയും ദിവസം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തല്ലോ, എൻ്റെ കുഞ്ഞിനും ഇങ്ങനെ വന്നിരുന്നെങ്കിൽ അതും ഇല്ലാതിരുന്നുണ്ടായ ഒരു മോളാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഒട്ടും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ക്ഷമ നൽകട്ടെ എന്തായാലും. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇത് ഞാൻ ഈ ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്തോ പൊക്കി പറയേണ്ടോ ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ.